നമ്മൾ ധാരാളം ഷുഗർ റിവേഴ്സ് കേട്ടിട്ടുണ്ട്, എന്താണെന്ന് എല്ലാവർക്കും അറിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിയായ പ്രമേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ സാധാരണ പ്രമേഹം വന്നാൽ നേരെ ഓടി ഹോസ്പിറ്റലിൽ എത്തും, ഏറ്റവും നല്ല ഡോക്ടറെ കാണും, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് പതിവ്. അപൂർവം ചില ആളുകൾ അലോപ്പതിയെ ഭയമുള്ളവര് ആയുർവേദത്തിലേക്കോ ഹോമിയോയിലേക്കോ സിദ്ധയിലേക്കോ യുനാനിലേക്കോ യോഗയിലേക്കോ പോയിരിക്കാം. പക്ഷെ ഏത് മരുന്ന് കഴിച്ചാലും ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും നമ്മളുടെ പ്രമേഹം മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് മാറില്ല എന്നുള്ള കാര്യം ഡെഫിനിറ്റ് ആണ്. കാരണം പ്രമേഹത്തെ പൂർണ്ണമാക്കി മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് വരെ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നാണ് സത്യം. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർ അവകാശപ്പെടുവാണ് ഞാൻ നിങ്ങളുടെ പ്രമേഹത്തെ പൂർണ്ണമായിട്ട് മാറ്റിത്തരാം എന്റെ മരുന്ന് കഴിച്ചെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും അടുത്ത വർഷത്തെ നോബൽ പ്രൈസ് കിട്ടുക. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ അധികം ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് പ്രമേഹം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളൂ, ലോകത്തും ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് പ്രമേഹം മാറാത്തത്? എന്തുകൊണ്ടാണ് പ്രമേഹം ചികിത്സിക്കുന്നതോറും അത് കൂടിക്കൂടി വരുന്നത്? പ്രമേഹത്തിന് ഒരു സാധാരണ പനിയോ ജലദോഷമോ ഡിസെൻട്രിയോ ഒന്നും മരുന്ന് കഴിച്ചാൽ മാറും. ഇത് മരുന്ന് കഴിച്ചാൽ മാറില്ല, മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ എന്നാണോ മരിക്കുന്നത് അന്നൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ മരുന്ന് കഴിച്ചാൽ ഇപ്പൊ ആദ്യം നമുക്കറിയാം, ആദ്യം നമ്മൾ ഒരു ഗുളിക കഴിച്ചിരുന്നു, അല്ലെങ്കിൽ 2 ഗുളിക കഴിച്ചിരുന്നു, പിന്നെ ഡോസ് കൂട്ടി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഗുളിക നിൽക്കാണ്ട് ഇൻസുലിൻ ആക്കി, പിന്നെ ഇൻസുലിൻ ഗുളിയാക്കി, അത് കൂടിക്കൂടി വരികയാണ്. ഇന്ന് വരെ ആശുപത്രിയിൽ മരുന്ന് കഴിച്ച ആരുടെയും പ്രമേഹം മാറിയതായിട്ടോ കുറഞ്ഞതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. പ്രമേഹം കുറഞ്ഞ എന്ന് വെച്ചാൽ നമ്മുടെ ധാരണ പ്രമേഹത്തിലെ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞാൽ പ്രമേഹം കുറഞ്ഞെന്നുള്ളതാണ്. അങ്ങനെയല്ല. ബ്ലഡിലെ ഷുഗർ അല്ല പ്രമേഹം. ബ്ലഡിലെ ഷുഗർ എന്ന് പറഞ്ഞത് പ്രമേഹത്തിന്റെ ലക്ഷണമാണ്. ഡയബറ്റീസ് മെലിറ്റീസ് എന്നതിന്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത്. ഇത് കുറയുന്നുണ്ട്. ഇതിപ്പോ മരുന്ന് കഴിച്ച് കുറഞ്ഞാലും നമ്മളെ രോഗം കുറയുന്നില്ല. അങ്ങനെ നമ്മൾ കൃത്യമായി ട്രീറ്റ് ചെയ്ത് കുറച്ച് നിർത്തി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ കാലിന് പെരുപ്പ് വരാം, കാലിന് മരപ്പ് വരാം, കാഴ്ചക്കുറവ് വരാം, ഫാറ്റ് ലിവർ വരാം, കിഡ്നി പ്രോബ്ലം വരാം, കാർഡിയാക് ഡിസീസ് വരാം. അതുപോലെ നമുക്ക് ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ഇങ്ങനെ പല രോഗങ്ങൾ ഉണ്ടാവാം. കൃത്യമായ ആശുപത്രി പോകുന്ന പലർക്കും സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ലൈംഗികശേഷി കുറഞ്ഞു പോകുന്നുണ്ട്. 10-40 വയസ്സാകുമ്പോഴേക്കും തന്നെ കുടുംബജീവിതത്തിന്റെ താളവും ലയവും തെറ്റിയ അനവധി ആളുകളെ എനിക്കറിയാം. ഇവരൊന്നും ചികിത്സിക്കാത്തതുകൊണ്ട്, ഡോക്ടറെ കാണാത്തതുകൊണ്ടല്ല, ഇതിനെല്ലാത്തിനും മരുന്ന് കഴിക്കുന്നുണ്ട്. എങ്കിലും ഫലപ്രദമായിട്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ വയ്യാത്തൊരവസ്ഥ ഇന്ന് സംജാതമാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്നാണ് ചിന്തിക്കുന്നത്. കാരണം പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ രോഗാണുക്കൾ വരുന്ന രോഗമല്ല. വാസ്തവത്തിൽ ഒരു രോഗമേ അല്ല. രോഗമാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറ്റാൻ സാധിക്കും, രോഗമല്ലാത്തതുകൊണ്ട് മരുന്ന് കഴിച്ചാൽ മാറാൻ സാധിക്കില്ല. ഇതൊരു ഡിസോർഡറാണ്. ഡിസോർഡറിന് മരുന്ന് ഓർഡർ ആക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഡിസോർഡർ കൊണ്ടാണ് രോഗമാണ്. അതുകൊണ്ടാണ് പ്രമേഹത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞത്. ശരീരത്തിന് യോജിക്കാത്ത ജീവിതചര്യയാണ് ഈ രോഗത്തിന്റെ കാരണം. അപ്പൊ നമ്മളിപ്പോ ഈ ജീവിതചര്യയിൽ ഒരു മാറ്റം വരുത്തണില്ല. ജീവിതചര്യ ഇങ്ങനെ തന്നെ. നമ്മളൊരു പ്രമേഹ രോഗിയായി തീരാൻ ഇടയായ കാരണങ്ങൾ അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. ആ പരിതസ്ഥിതി അങ്ങനെ അവശേഷിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ച് രോഗത്തെ മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ നല്ല ഡോക്ടർമാരെ കാണാൻ വേണ്ടി പോണത്. അത് അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ പ്രമേഹ രോഗിയാണ് നമ്മൾ തന്നെ ചിന്തിക്കണം. ആ കാരണത്തെ ഇല്ലാണ്ടാക്കി കാര്യമായ രോഗം ഇല്ലാതെയാവും. ഇങ്ങനെ മാത്രമേ പ്രമേഹത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നിങ്ങളെ സഹായിക്കലാണ് ഈ നമ്മളെ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിലൂടെ ചെയ്യണത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പ്രമേഹം ഉണ്ടായെന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യം തന്നെയാണ്. കാരണം കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ച് ചേർക്കണമെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കണം, പാൻക്രിയാസിന് ഇൻസുലിൻ വേണം. അപ്പൊ നമ്മുടെ ആഹാരത്തില് അന്ധകൃതമായി കാർബോഹൈഡ്രേറ്റ് കൂടുതൽ വരുമ്പോൾ, ഓവറായിട്ട് വരുമ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കേണ്ടി വരും. അങ്ങനെ ചെയ്ത് പാൻക്രിയാസിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞു, അങ്ങനെ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞു പോകും. അപ്പോൾ ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. ഇതാണ് ഈ പ്രമേഹത്തിന്റെ ടൈപ്പ് 2 പ്രമേഹത്തിന്റെ പ്രധാന കാരണം. രണ്ടാമത്തെ വിഷയം നമ്മൾക്ക് വരുന്ന നമ്മളെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്. നമുക്ക് ഒരു കാര്യം പറയാം, നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വാട്ടർ, ഇങ്ങനെ അനവധി സാധനങ്ങൾ ആവശ്യമുണ്ട്. ഇത് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ, ഇമ്മ്യൂണിറ്റിയോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. രോഗപ്രതിരോധശേഷിക്കായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ ഡിഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഏറ്റക്കുറച്ചിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ഒരു ചെടി നട്ടാൽ പോലും അതിന് ആവശ്യത്തിന് വളം ഇട്ട് കൊടുത്തില്ല, വെള്ളം എടുത്തു കൊടുത്തില്ലെങ്കിൽ അതിന് പതുക്കെ മഞ്ഞ കളർ വരും, ഇല പൊഴിയാൻ തുടങ്ങും, ചെടി തന്നെ വാണ് നശിച്ചു പോകും. ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും. അപ്പൊ നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യവും മുമ്പ് പറഞ്ഞ പോഷകാംശങ്ങളുടെ കുറവും
അപ്പൊ ന്യൂട്രീഷൻ ഇംബാലൻസ് ആണ് ഒരു പരിധിവരെ പ്രമേഹത്തിന്റെ കാരണം. പലരും പറയും സാറേ ഞാൻ വളരെ കുറച്ച് ചോറാണുള്ളൂ, ഇത് 2 ചപ്പാത്തി കഴിക്കണോ, എന്നിട്ട് ഞാൻ എങ്ങനെ പ്രമേഹം ചെയ്യാനും ചോദിക്കും. നിങ്ങളിൽ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ വെച്ചിട്ട് മാത്രമല്ല പ്രമേഹം ഉണ്ടാവുന്നത്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാലും നമ്മുടെ പാൻക്രിയാസിന്റെയും പിറ്റ്യൂട്ടറിയുടെയും തൈറോയിഡിന്റെയും ലിവറിന്റെയും കിഡ്നിയുടെ ഒക്കെ പ്രവർത്തനം അവതാളത്തിലാവും. ഇതാണ് ഒരു പരിധിവരെ കാരണം. 99% മലയാളികളും ഈ ന്യൂട്രീഷൻ ഒരു പോഷക ദാരിദ്ര്യം ഡിഫിഷ്യൻസി അനുഭവിക്കുന്ന ആളുകളാണ്. ഇതാണ് രണ്ടാമത്തെ പ്രമേഹത്തിന്റെ കാരണം. മൂന്നാമത്തെ പ്രമേഹത്തിന്റെ കാരണം വ്യായാമത്തിന്റെ കുറവാണ്. നമ്മൾ കഴിച്ച ആഹാരത്തിന് ശരീരം അബ്സോർവ് ചെയ്യുന്ന ഷുഗർ എല്ലാ സെല്ലുകളിലും എത്തിച്ചേരണം. അതുപോലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എല്ലാ സെല്ലുകളിലും എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ അതിന് മെറ്റോകോൺട്രിയ കയറിയിട്ട് ഊർജ്ജോൽപാദനം നടക്കുകയുള്ളൂ. ഇത് കൃത്യമായിട്ട് നടക്കണില്ല. വ്യായാമം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും. ഇതിന്റെ ഫലമായിട്ട് ഇതിന്റെ ശരീരത്തിലുള്ള സപ്ലൈ കുറഞ്ഞു പോകണമെന്നാണ്. അപ്പൊ നമ്മുടെ ബ്ലഡിൽ ഹൈപ്പർ ഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് കൂടുതലുണ്ട്, ഹൈപ്പർ ഇൻസുലിൻ കൂടുതലുണ്ട്. പക്ഷെ ഇത് ആക്ട് ചെയ്യാത്ത അവസ്ഥ, പ്രവർത്തിക്കാത്ത അവസ്ഥ ഉണ്ടാവും. ഇത് ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യേണ്ടി വരും. രണ്ടാമത് വ്യായാമത്തിന്റെ ആവശ്യം, നമ്മൾ കഴിച്ച ആഹാരത്തിൽ നമുക്കിപ്പോ 2000 കലോറിയെ വേണമെങ്കിൽ നമ്മൾ 3000 കലോറിന്റെ ആഹാരം പല ആളുകളും കഴിക്കുന്നത്. ഈ എക്സസ് വരുന്ന കൂടുതൽ വരുന്ന സാധനത്തെ നമുക്ക് അതിനെ ബേൺ ചെയ്ത് കളയാൻ സാധിക്കണം. അതിന് നമുക്ക് ശരീരത്തിന് ആയാസകരമായ ജോലികൾ ആവശ്യമാണ്. ഇന്ന് ഇതൊന്നും കാര്യമായിട്ട് ആളുകൾ ചെയ്യണില്ല. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് കപ്പാസിറ്റി, നമുക്ക് സ്റ്റോർ ചെയ്യാൻ എവിടെയാണ് സ്റ്റോർ ചെയ്യാൻ? ഒരു 5% ബ്ലഡിൽ ഉണ്ടാവും, ഒരു 20% ഒരു 5% ബ്ലഡിൽ ഉണ്ടാവും, 20% ലിവറിൽ സ്റ്റോർ ചെയ്യും. ബാക്കി ഒരു 75% മസിലിനുള്ളിലാണ് ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യണത്. അവിടെ സ്റ്റോർ ചെയ്യാൻ ഫാറ്റാക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ ഇടമില്ലാതെ വരും, മസിൽ ലൂസ് വരുന്നു. അപ്പൊ ഇതിനും നമുക്ക് വ്യായാമം ആവശ്യമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ വ്യായാമത്തിൽ വേണം. അപ്പൊ ഒരു പരിധി വരെ ഈ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യം, മറ്റു ന്യൂട്രിയൻസിന്റെ കുറവ്, വ്യായാമത്തിന്റെ കുറവ്, ഇതാണ് പ്രധാന കാരണം. മറ്റൊന്ന് ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അനവധി കാരണങ്ങളുണ്ട് പ്രമേഹത്തിന്. അതുപോലെ ജനറ്റിക് ആയിട്ടും അച്ഛനും അമ്മയ്ക്കും പ്രമേഹം നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പല കാരണം, ഞാൻ എല്ലാത്തിനും പോകുന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും? ഇതിനെ മരുന്ന് കൊണ്ട് മാത്രം അഡ്രസ് ചെയ്യാൻ സാധിക്കില്ല. മരുന്ന് കഴിച്ച് നമ്മൾ ചെയ്യണത്, നമ്മളുടെ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുക ചെയ്യണത്. ബ്ലഡിലെ ഷുഗർ പ്രമേഹമല്ല. ബ്ലഡിലെ ഷുഗർ എന്ന് പറഞ്ഞാൽ പ്രമേഹത്തിന്റെ ലക്ഷണമാണ്. ഡയബറ്റിസ് മെലിറ്റിസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത്. ഇതിനെ കുറച്ചാൽ ഒരിക്കലും രോഗം ഇല്ലാതെയാവുന്നില്ല. രോഗം ബാധിക്കുന്നത് പാൻക്രിയാസിനെയാണ്. പാൻക്രിയാസിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ തോതിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ല എന്നാണ് വിഷയം. ഇതിനെ പരിഹരിക്കാൻ പറ്റിയ മരുന്നുകളല്ല. നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനാണ്. അപ്പൊ നമ്മളെ ബ്ലഡിൽ 140 ഷുഗർ. ഞാൻ രാവിലെയും വൈകിട്ടും മരുന്ന് കഴിക്കുന്നുണ്ട്, എന്റെ ബ്ലഡിലെ ഷുഗർ 110, ഞാൻ ഹാപ്പിയാണ്. ഈ ഹാപ്പി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അവസ്ഥയില്ല. കാരണം നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചായാലും നിയന്ത്രണം നിർത്തി കഴിഞ്ഞാലും അവർക്ക് വരുന്ന രോഗങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞു. അവരൊക്കെ കൃത്യമായി ആശുപത്രി പോയിരുന്നവരാണ്. മരുന്ന് കഴിച്ചു വരുന്ന കൺട്രോളിങ്ങിലാണ് പറഞ്ഞത്. ആഹാരത്തിലൂടെയും വ്യായാമത്തിനും വരുന്ന കൺട്രോളിങ് മരുന്ന് കഴിച്ചുള്ള കൺട്രോളിങ് അല്ല. അങ്ങനെ കൺട്രോളിങ് നിർത്തിയാൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഞാനൊരു പ്രമേഹഗുരിയായത്, ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. അതിന് നമ്മൾ കാല് മാറ്റി ചവിട്ടാൻ തയ്യാറാവുക. ശരിയായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ തയ്യാറാവുക. അപ്പൊ പ്രമേഹത്തിന്റെ കാരണമില്ലാതെയാവും. കാരണമില്ലാതെയായാൽ കാര്യമായ രോഗമില്ലാതെയാവും. ഇങ്ങനെ മാത്രമേ നമുക്ക് പ്രമേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് പക്ഷേ പല ആളുകളെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമോ, തൊഴിലിന്റെ പരമായിട്ടുള്ള തിരക്ക് കാരണമോ, ജീവിത പ്രാരബ്ധം കാരണമോ അവർ രാവിലെ വൈകിട്ടും ഗുളിക കഴിച്ചിട്ട് മുമ്പോട്ട് പോകും. ഇത്തരം കാര്യങ്ങൾ വ്യായാമം ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല സാറേ, ആഹാരം ശ്രദ്ധിക്കാൻ സമയമില്ല എന്നൊക്കെ വിചാരിച്ച് മുമ്പോട്ട് പോകും. ഇങ്ങനെ പോകുന്നവർക്ക് എന്താ സമയം, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരോ അവയവങ്ങളെ ബാധിച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും. അതുപോലെ നമ്മൾ ഇതിന് പലതിനും റിവേഴ്സ് ഇല്ല എന്ന ഒരു സങ്കടകരമായ വസ്തുത. ഇപ്പൊ നമ്മുടെ ന്യൂറോപ്പതി വന്നു, കാലിനൊക്കെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വിഷമമാണ്. റെറ്റിനോപ്പതി വന്നു, നമ്മുടെ കണ്ണിലെ സെല്ലുകളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. നെഫ്രോപ്പതി വന്നു, കിഡ്നിയെ ബാധിച്ചു, മൂത്രത്തിൽ പത വരുന്നു, ക്രിയാറ്റിൻ കൂടുന്നു, നമുക്കതിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചോളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു റിവേഴ്സ് പലപ്പോഴും സാധ്യമല്ല. അപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വന്നോളുന്നില്ല. 100 പേർക്ക് ഷുഗർ വരുമ്പോൾ 10-80 പേർക്ക് അങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരുന്നത്. ഒരു 10-20 ഭാഗ്യവാന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇനി നമുക്ക് നാളെ ഇത് വരാൻ പാടില്ലായില്ല. ഇന്ന് കുഴപ്പമൊന്നുമില്ല. പലരും പറയും സാറേ കാലിന്റെ പ്രശ്നമില്ല, എനിക്ക് കണ്ണിന് കുഴപ്പമില്ല, കാലിന് വേറെ, എനിക്ക് ലിവറിന് കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് ശരിയാണ്, സെക്സിന്റെ അരുക്ക് പഴയ പോലെ നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല എന്ന് പറയും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇന്ന് ഇങ്ങനെയാണ്, നാളെ ഇതിൽ മാറ്റം വരാൻ പാടില്ലായില്ല. പലപ്പോഴും പ്രായം കൂടുന്നതനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞ ഓരോരോ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ അനുബന്ധ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വരാൻ വേണ്ടി കാത്തു നിൽക്കരുതെന്നാ പറഞ്ഞു. കാരണം പ്രമേഹമുള്ള മിക്കവാറും പേർക്ക് ഒരു 80% പേർക്കെങ്കിലും ഇത് ഇന്നലെ നാളെ ഉണ്ടാകും.
അപ്പൊ എനിക്കിത് വരരുത് എന്ന കണക്കൂട്ടില് ഇപ്പോഴേ നമ്മൾ ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സസൈസിലേക്കും വന്നാൽ നിങ്ങൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ നിങ്ങളുടെ കിഡ്നിയോ ലിവറിനോ ഹാർട്ടിനോ ന്യൂറോപ്പതിയോ സെക്സിനോ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഇതാണ് ശരിയായ ഒരു വഴി. 100 കണക്കിന് ആളുകൾ ഇതുപോലെ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഞങ്ങൾ ഷുഗർ റിവേഴ്സ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ ഫുഡിന്റെ പലതരം ഫുഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശരിയായ നാച്ചുറൽ ആയിട്ട് ഒരു പ്രകൃതി മാർഗം, പ്രകൃതിയുടെ ഒരു മാർഗത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇത് വളരെ എക്സ്പെൻസ് കുറവാണ്. സൈഡ് എഫക്റ്റ് പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ സാധാരണ മരുന്ന് കഴിച്ചിട്ട് പലപ്പോഴും പ്രമേഹം ഉള്ളവർക്ക് പ്രമേഹം കൊണ്ട് മാത്രമല്ല മരുന്നിന്റെ സൈഡ് എഫക്റ്റോട് കൂടിയ മറ്റു രോഗങ്ങൾ ഉണ്ടാവണേ. ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഇനി വരാൻ പോകുന്നില്ല. ചികിത്സ നമ്മൾ പാടുപെട്ടുണ്ടാക്കുന്ന പണതുണ്ടാക്കുന്ന കാശ് മുഴുവൻ ആശുപത്രി കൊണ്ട് കൊടുക്കുകയും മരുന്ന് മേടിക്കേണ്ടി വരുന്നില്ല. ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് പ്രമേഹം. പ്രമേഹം നമ്മൾ വിചാരിക്കുന്നത് പേടിക്കേണ്ട രോഗമല്ല. നേരെ തുടക്കത്തിൽ പറഞ്ഞു ഇതിന് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല. അതുകൊണ്ട് മരുന്നിന്റെ ആവശ്യമേ നമുക്കില്ല. പക്ഷേ പ്രമേഹത്തെ ഇനിയിപ്പോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർമാർക്ക് മാറ്റി തരാൻ സാധിക്കൂല. ഞാൻ ഡോക്ടർമാരെയോ ആശുപത്രിയോ മരുന്നിനോ കുറ്റം പറയല്ല ചെയ്യുന്നത്. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ നിങ്ങളുടെ പ്രമേഹത്തെ മാറ്റാൻ സാധിക്കുള്ളൂ. ഇതിന് നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് അയനയിക്കുക. ഇതിനാവശ്യമായി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക. ഇതിന് വേണ്ട ഗൈഡൻസ് തരിക. ഇതാണ് ഞങ്ങൾ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിലൂടെ നടക്കുന്നത്. ദിവസവും നമ്മുടെ രാവിലെ ക്ലാസ് ഉണ്ട്, ദിവസവും വൈകുന്നേരം ക്ലാസ് ഉണ്ട്. പിന്നെ 1 ഡേ പ്രോഗ്രാംസ് പലതും നടക്കുന്നുണ്ട്. അതുപോലെ ധാരാളം വീഡിയോസ് ഉണ്ട് എൻ്റെ യൂട്യൂബില്. ഇങ്ങനെ ഞാൻ മാത്രമല്ല, ഇങ്ങനെ അനവധി ആളുകൾ ഈ വഴിക്ക് ശരിക്ക് ചിന്തിക്കുന്ന ആളുകളും പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശരിയായൊരു മാർഗത്തിലേക്ക് വന്നിട്ട് ഈ ഷുഗർ എന്ന സൈലന്റ് കില്ലറിൽ നിന്ന്, ഇതൊരു സൈലന്റ് കില്ലറാണ്. തുടക്കത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകാൻ വിചാരിക്കും. അങ്ങനെ പോകാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു രോഗരാക്ഷസനെ പോലെ ശരീരത്തെ മുഴുവൻ കയറി ആക്രമിക്കും. അപ്പൊ അത് വരാതിരിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. 100 കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ട് പരിചയപ്പെട്ടുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഒരു ശരിയായ ലൈഫിലേക്ക് വരിക, ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിലേക്ക് വരിക, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക. വളരെ എളുപ്പമാണത്. നമുക്ക് ഒരു ഈ ഷുഗറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. 97444432 എന്ന നമ്പറിൽ വിളിച്ചാൽ മൂവാഴ്ച സുഖജീവൻ നേച്ചറിന്റെ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തീരാൻ സാധിക്കും.